പൊതുവേ ഈ ബലശാലികളൊക്കെ ഇല്ലേ, അവരൊക്കെ അവരെക്കാളും അല്പം ബലഹീനരായവരെ കണ്ടാൽ അടിച്ചമർത്താൻ നോക്കും. പക്ഷേ ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേപോലുള്ള ബലശാലികളെയും തറ പറ്റിക്കാനാവും. ഈ മുയലിനെ കണ്ടില്ലേ? ബുദ്ധിശാലിയായ മുയൽ. ഒരു വലിയ കാട്ടിൽ ഒരു സിംഹം ജീവിച്ചു വന്നിരുന്നു. അത് ദിവസവും ധാരാളം മൃഗങ്ങളെ അടിച്ചു കൊന്നു തിന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ആ കാട്ടിലുള്ള മറ്റു മൃഗങ്ങൾ ഒത്തുചേർന്ന്, സിംഹരാജാവ് ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരുന്നാൽ കുറെ കഴിയുമ്പോൾ ഇവിടെ ആരും ഉണ്ടാവില്ല, അതുകൊണ്ട് സിംഹരാജാവിനോട് ഇതിനെപ്പറ്റി സംസാരിക്കണം എന്ന് തീരുമാനിച്ചു. അപ്രകാരം അടുത്ത ദിവസം അവർ സിംഹരാജാവിനെ കണ്ട് സംസാരിച്ചു. ഒടുവിൽ ദിവസവും ഓരോ മൃഗം വീതം സിംഹരാജാവിന്റെ ഇരയായി പോകണം എന്ന തീരുമാനത്തിലെത്തി. ദിവസവും ഓരോ മൃഗം വീതം ഗുഹയ്ക്കുള്ളിൽ ഇരയായി പോയിക്കൊണ്ടിരുന്നു. അന്ന് മുയലിന്റെ ഊഴമായിരുന്നു. മുയൽ വളരെ ബുദ്ധിശാലിയായിരുന്നു. അത് സിംഹത്തെ കൊല്ലാൻ ഒരു പദ്ധതി ഉണ്ടാക്കി. സങ്കടത്തോടെ സിംഹത്തിന്റെ പക്കൽ ചെന്ന്, സിംഹരാജാവേ, സിംഹരാജാവേ, ഇന്ന് ഇരയായി ഞങ്ങൾ 6 പേര് വരികയായിരുന്നു. എന്നാൽ വരുന്ന വഴിയിൽ മറ്റൊരു സിംഹം കൂടെ വന്നിരുന്ന 5 മുയലുകളെയും കൊന്നു തിന്നുകളഞ്ഞു എന്നു പറഞ്ഞു. ഇത് കേട്ട സിംഹരാജാവിന് ദേഷ്യം പിടിച്ചു. മറ്റൊരുത്തനോ? എവിടെ? കാണട്ടെ എന്ന് പറഞ്ഞ് മുയലിനോടൊപ്പം ചെന്നു. മുയൽ സിംഹരാജാവിനെ അരികിലുള്ള കിണറിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കിണറ്റിലേക്ക് എത്തി നോക്കിയ മൂഢനായ സിംഹം വെള്ളത്തിൽ കണ്ടത് തന്റെ പ്രതിച്ഛായയാണെന്ന് അറിയാതെ ഗർജിച്ചുകൊണ്ട് കിണറ്റിലേക്ക് ചാടി മരിച്ചുപോയി. എത്ര മുയലുകളെയാണ് ആദ്യം സിംഹത്തിനിരയായി അയച്ചത്? 4, 6, 2, 3. 6. ശരി ഉത്തരം.